ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. മറ്റന്നാൾ നടക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തോടു കൂടിയാണ് വീണ്ടും IPLന് തുടക്കം കുറിക്കുന്നത്. ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് IPL ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ ഒരു ടൂർണമെന്റിൽ ഇനി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻസിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ പല വിദേശ താരങ്ങളും അവരുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവരെല്ലാം ആരൊക്കെയായിരിക്കും തിരിച്ചെത്താൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ പലരും ഓപ്റ്റഡ് ഔട്ട് ആവുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു IPLന്റെ വിൻഡോ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തുടക്ക ഡേറ്റ് തൊട്ട് അവസാനിക്കുന്ന ഡേറ്റ് വരെയുള്ള സമയത്തിനാണ് ആ ഒരു വിൻഡോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇതൊരു ഒരാഴ്ചയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിലുള്ള പല ബൈലാറ്ററൽ സീരീസുകളെല്ലാം ഉറപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 2-3 മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ഒരു പരമ്പരയാണ്. അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിന്റെയും വെസ്റ്റ് ഇൻഡീസിന്റെയും താരങ്ങൾക്ക് ഈ ഒരാഴ്ചത്തെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ജൂൺ 11-ാം തീയതി ആരംഭിക്കുന്ന വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലാണ്. ആ ഫൈനലിൽ മാറ്റുരയ്ക്കുന്ന 2 ടീമുകൾ ഓസ്ട്രേലിയയും അതുപോലെ സൗത്ത് ആഫ്രിക്കയുമാണ്. അപ്പോൾ ഇതിൽ ആ ഒരു ടെസ്റ്റ് ടീമുകളിലുള്ള ടീമുകളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു പ്രശ്നമായി മാറുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ജൂൺ 3-ാം തീയതി വരെ ഈ ഒരു ടൂർണമെന്റ് IPL നീണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അതിനുശേഷം അവർക്ക് ഒരു പ്രിപ്പറേഷൻസിനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ സാധാരണ ഒരു ലോക്കൽ ടൂർണമെന്റ് കളിക്കുന്ന പോലെയല്ല, വൈറ്റ് ബോളിൽ നിന്ന് IPL പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റ്, അതൊരു വൈറ്റ് ബോൾ ടൂർണമെന്റ് ആണ്. ആ ടൂർണമെന്റിൽ നിന്ന് റെഡ് ബോളിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറിയ ഒരു പ്രക്രിയയല്ല, കുറച്ച് സമയമെടുക്കും അതിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട്. കാരണം രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ IPL കാണുമ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിം ആണെങ്കിൽ, നമുക്കറിയാം ഇംഗ്ലണ്ടിലാണ് ഈ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ സ്വിംഗിങ് കണ്ടീഷൻ ആയിരിക്കും, അവിടെ വിട്ട് കളിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും എല്ലാ ടീമുകൾക്കും ഉണ്ടാവുക. അപ്പോൾ ആരൊക്കെയായിരിക്കും ഈ ഒരു ടൂർണമെന്റിലേക്ക് ഇനി വരാൻ പോകുന്നത്, ആരൊക്കെയായിരിക്കും ഇതിൽ കമ്മിറ്റഡ് ആയിട്ട് വരാൻ പോകുന്നത്, അപ്പോൾ ആരൊക്കെയായിരിക്കും ഓപ്റ്റഡ് ഔട്ട് ആകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ടൂർണമെന്റിൽ ഏതൊക്കെ ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളത്? 2-3 ടീമുകൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെയുള്ള ടീമുകൾക്ക് എല്ലാവർക്കും തന്നെ സ്ലൈറ്റ് ആയിട്ടുള്ള ചാൻസ് എങ്കിലും ഉണ്ട് പല ടീമുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ ആരൊക്കെയായിരിക്കും ഇതുപോലെയുള്ള താരങ്ങളുടെ, വിദേശ താരങ്ങളുടെ ഒരു അൺഅവൈലബിലിറ്റി എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഒരു ഓപ്ഷൻ ഇപ്പോൾ BCCI കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ടെമ്പററി ആയിട്ട് റീപ്ലേസ്മെന്റ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പററി ആയിട്ടുള്ള റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും താരം അവൈലബിൾ അല്ലെങ്കിൽ അവർക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഒരു താരത്തിനെ കൊണ്ടുവരാം. ഒരു വിദേശ താരമാണെങ്കിൽ ഒരു വിദേശ താരത്തിനെ കൊണ്ടുവരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിൽ ജെയ്ക്ക് ഫ്രേസർ മെഗൂർക്ക് കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് മുസ്താഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശി താരത്തിനെ കൊണ്ടുവരാനായിട്ട് ഡൽഹി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, മുസ്താഫിസുർ റഹ്മാനോ ഡൽഹി ക്യാപിറ്റൽസോ രണ്ടുപേരും ബംഗ്ലാദേശ് അസോസിയേഷനെ സമീപിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കമന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടെമ്പററി റീപ്ലേസ്മെന്റിൽ വരുന്ന താരത്തിനെ അടുത്ത വർഷത്തെ ഒരു റീറ്റെയിനിങ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നും BCCI പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജെയ്ക്ക് ഫ്രേസർ മെഗൂർക്കിന് പകരമായിട്ടാണ് മുസ്താഫിസുർ റഹ്മാൻ വരുന്നതെങ്കിൽ അടുത്ത വർഷം റീറ്റെയിൻ ചെയ്യുന്ന താരങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസിന് മുസ്താഫിസുർ റഹ്മാനെ നിലനിർത്താനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിന് ഓപ്ഷനിലേക്ക് വിടേണ്ടി വരും എന്നുള്ളതാണ് അതിലൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ ടീമിനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഈ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ടീം ഗുജറാത്ത് ടൈറ്റൻസ് ആണെന്ന് കാണാൻ സാധിക്കും. ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുമ്പോൾ അവർക്ക് ഇനി മത്സരങ്ങളുള്ളത്, ഗുജറാത്തിന് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടൊരു എവേ മത്സരമാണുള്ളത്. അത് അവർ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. അതുപോലെ മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ലക്നോ സൂപ്പർ ജയൻസുമായിട്ടാണ്. അതൊരു ഹോം മത്സരമാണ്, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്, അഹമ്മദാബാദിലാണ് കളിക്കാൻ പോകുന്നത്. അടുത്തൊരു മത്സരവും അവർക്ക് ഹോം മത്സരമാണ്, അത് CSKയുമായിട്ടാണ്, ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടാണ്. അപ്പോൾ ഇതാണ് അവർക്കുള്ള 3 മത്സരങ്ങൾ. ഇനി അവരുടെ നിരയിൽ ബട്ട്ലറും റൂദർഫോർഡും, അതായത് രണ്ടുപേരും അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെ ഒരു പ്ലേ ഓഫിലേക്ക് ഉണ്ടാവില്ല എന്നാണ് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 28-ാം തീയതി 29-ാം തീയതി ഒക്കെ കഴിയുമ്പോഴേക്കും ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടും തമ്മിലുള്ള ആ ഒരു പരമ്പര ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേജിലുള്ള മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും അവർക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. ഈ രണ്ടുപേരും, ഒരാൾ വെസ്റ്റ് ഇൻഡീസ് ടീമിലും ഒരാൾ ഇംഗ്ലണ്ട് ടീമിലും ഉള്ളത് കൊണ്ടാണ്, റുദർഫോർഡ് വെസ്റ്റ് ഇൻഡീസ് ടീമിലും അതുപോലെ തന്നെ
ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ട് ടീമിലും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് റുദർഫോർഡിനെ പിന്നെയും നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പകരമായിട്ട് ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിനെയൊക്കെ നമുക്ക് ടീമിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് ജോസ് ബട്ട്ലറാണ്. അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ കണ്ടെത്താൻ സാധിക്കുമോ? അദ്ദേഹം ആ ഒരു ടോപ്പ് 3 സായ് സുദർശനും അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും ഇവർ 3 പേരാണ് ആ ഒരു ബാറ്റിങ്ങിന്റെ കുന്തമുന എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിൽ ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കാല് നഷ്ടപ്പെട്ട പോലെ ആവും എന്നുള്ളതാണ്. പക്ഷേ GTയെ സംബന്ധിച്ചിടത്തോളം GTക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പ്ലേ ഓഫിലേക്ക് വരുമ്പോഴാണ് പ്രശ്നമുണ്ടാവുക. പ്ലേ ഓഫിലാണ് ഈ താരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് അവർക്ക് 3 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. അത് KKRമായിട്ടൊരു ഹോം മത്സരമാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഈ ആദ്യം നടക്കാൻ പോകുന്ന മറ്റന്നാൾ നടക്കാൻ പോകുന്ന മത്സരമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹോം മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടാണ് അവർ കളിക്കുന്നത്. പിന്നെ അവർക്കുള്ളതൊരു എവേ മത്സരമാണ്, അത് ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടാണ്. ഈ 3 മത്സരങ്ങളാണ് അവർക്കുള്ളത്. അവർക്കും ഈ ഇനീഷ്യൽ സ്റ്റേജിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവദത്ത് പടിക്കൽ ഒരു പരിക്കിന്റെ പിടിയിലായി പുറത്തു പോയിരിക്കുന്നു. രജത് പട്ടിദാർ ഒരു പരിക്കിന്റെ പിടിയിലാണെന്ന് പറയുന്നു. അദ്ദേഹം തിരിച്ചു വരുമെന്നും ഇല്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോഷ് ഹേസിൽവുഡിനും ഒരു പരിക്കാണ്, അദ്ദേഹം തിരിച്ചു പോയിരിക്കുകയാണ്, അദ്ദേഹം വരില്ല എന്നുള്ളത് ഉറപ്പാണ്. മറ്റുള്ള താരങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് താരങ്ങൾ ഒരുപാട് പേരുള്ള ടീമാണ് RCB. ഫിൽ സോൾട്ടും ജേക്കബ് ബദലും റൊമാരിയോ ഷെപ്പേർഡ് വെസ്റ്റ് ഇൻഡീസ് താരമാണെന്നറിയാം. ഇവരെല്ലാവരും തന്നെ പ്ലേ ഓഫ് വരെ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് RCB അലട്ടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലുങ്കി എങ്കിടിയാണ് മറ്റൊരു റീപ്ലേസ്മെന്റ് താരമായിട്ട് അവരുടെ ടീമിലുള്ളത്. അദ്ദേഹവും തിരിച്ചു വരില്ല എന്നുള്ള രീതിയിലാണ്, പ്ലേ ഓഫ് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. RCBയെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് പകരക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് RCB നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന പഞ്ചാബ് കിങ്സ് എന്ന് പറയുന്ന ടീമാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവർ രാജസ്ഥാൻ റോയൽസുമായിട്ട് ഒരു എവേ മത്സരമാണ് കളിക്കുന്നത്. പിന്നെ അടുത്ത മത്സരം എന്ന് പറയുന്നത് DCയുമായിട്ട്, അതും ഒരു എവേ മത്സരമാണ്. അവർക്കുള്ള മറ്റൊരു എവേ മത്സരം എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസുമായിട്ടാണ്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് ഇനി സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ 3 മത്സരങ്ങളും അവർ എവേ മത്സരങ്ങൾ കളിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടിലാണ് അവർ മുംബൈ ഇന്ത്യൻസുമായിട്ട് കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിൽ ജോഷ് ഇംഗ്ലീഷും മാർക്കസ് സ്റ്റോയിനിസും മാർക്കോ യാൻസിനും ഇവർ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ജോഷ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മാർക്കസ് സ്റ്റോയിനിസ് അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡറിൽ നല്ല പോലെ അടിച്ചു കളിക്കാൻ കഴിവുള്ള ഒരു താരമാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ മാർക്കോ യാൻസൺ നല്ലപോലെ സ്വിങ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബൗളറാണ്. പക്ഷെ അവരുടെ ടീമിൽ ഒരുപാട് ഫോറിൻ താരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ താരങ്ങളെല്ലാം അവരുടെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ താരങ്ങൾക്ക് പകരക്കാരുണ്ട് എന്ന് മറക്കുന്നില്ല. പലരും ഓസ്ട്രേലിയൻ താരങ്ങളാണ്. അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പിടിച്ചു നിൽക്കാനായിട്ട് PBKSന് സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇനി നാലാമത്തെ പൊസിഷനിലുള്ളത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ ടീമിലേക്ക് വരുമ്പോൾ മുംബൈ ഇന്ത്യൻസിന് 2 മത്സരങ്ങളാണുള്ളത്. അതൊന്ന് പഞ്ചാബുമായിട്ടൊരു എവേ മത്സരമാണ്. അത് രാജസ്ഥാൻ റോയൽസിന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. മുംബൈ ഇന്ത്യൻസിന്റെ മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട്, അത് ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള വാങ്ക്ഡേ സ്റ്റേഡിയത്തിലാണ് കളിക്കാൻ പോകുന്നത്. അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് റിയാൻ റിക്കിൾട്ടനും വിൽ ജാക്സും കോർബിൻ ബോഷും പ്ലേ ഓഫ് വരെ മാത്രമേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. അതായത് പ്ലേ ഓഫിൽ അവർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇതിൽ 2 താരങ്ങൾ എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ താരങ്ങളാണ്, റിയാൻ റിക്കിൾട്ടനും കോർബിൻ ബോഷും. ആ 2 താരങ്ങളും അവർക്ക് ആ ഒരു പ്ലേ ഓഫിൽ ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നമാണ്. വിൽ ജാക്സിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ഡ്യൂട്ടിക്കായിട്ട് അദ്ദേഹത്തിന് പോകേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് അദ്ദേഹം ഉണ്ടാവില്ല. വിൽ ജാക്സിന്റെ ആ ഒരു പൊസിഷനിലേക്കും അതുപോലെ തന്നെ കോർബിൻ ബോഷിന്റെ ആ ഒരു പൊസിഷനിലേക്കൊക്കെ അവർ ആരെയായിരിക്കും കണ്ടെത്താൻ പോകുന്നത്. കോർബിൻ ബോഷിന് പരമായിട്ട് മിച്ചൽ സാന്ത്നറാണ് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് കളിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ വിൽ ജാക്സിന്റെ പൊസിഷനിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരെങ്കിലും കണ്ടുവെക്കേണ്ടതുണ്ട്. റിയാൻ റിക്കിൾട്ടനെ സംബന്ധിച്ചിടത്തോളം ആ പൊസിഷനിലേക്കും ഒരു താരത്തിന് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററിനെ കണ്ടെത്തേണ്ടതായിട്ട് വരുമെന്നുള്ള പ്രശ്നമുണ്ട്. ട്രെൻ ബോൾട്ടും മിച്ചൽ സാന്ത്നറും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അവർക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ട്രെൻ ബോൾട്ടൊന്നും ന്യൂസിലൻഡിന് മത്സരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെല്ലാം ഈ ഒരു ടൂർണമെന്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി 5ാമത്തെ പൊസിഷനിലുള്ള ടീം എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ കളിക്കാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് ഒരു ഹോം മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസുമായിട്ടൊരു എവേ മത്സരം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ DCയും PBKSും തമ്മിലുള്ള ഒരു എവേ മത്സരമുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിന് കളിക്കേണ്ടത് മറ്റൊന്ന് പഞ്ചാബ് കിങ്സുമായിട്ടാണ്. അതും ഒരു എവേ മത്സരമാണ്. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഫാഫ് ഡുപ്ലസിയും അതുപോലെ തന്നെ ക്രിസ്റ്റൻ സ്റ്റബ്സും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ക്രിസ്റ്റൻ സ്റ്റബ്സിന്റെ കാര്യം വരുമ്പോൾ പ്ലേ ഓഫ് വരെ മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹവും ഈ സൗത്ത് ആഫ്രിക്കൻ ഡ്യൂട്ടിക്ക് പോകുമെന്നുള്ളതാണ്. മിച്ചൽ സ്റ്റാർക്ക് വരില്ല എന്നുള്ളതാണ് അവരെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് അവർ മുസ്താഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന മറ്റൊരു ലെഫ്റ്റ് ആം
4-ാം ഫാസ്റ്റ് ബോളറിനെ സൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ മറ്റുള്ള താരങ്ങൾ എന്ന് പറയുന്നത് ദുഷ്മന്ത ചമീരെ പോലെയുള്ള താരങ്ങൾ, അത് ശ്രീലങ്കൻ താരമായതുകൊണ്ട് ഉറപ്പായിട്ടും വരാനാണ് സാധ്യത എന്ന് പറയുന്നത്. ഒരു 45 മിനിറ്റോളം ജേർണി മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക്. അതുപോലെ തന്നെ ഡൊണോവൻ ഫെരേര എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ താരം, അദ്ദേഹവും വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നമ്പർ 6 പൊസിഷൻ, ആ പോയിന്റ് ടേബിളിൽ 6ാമത്തെ പൊസിഷനിലുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നിരയിലേക്ക് വരുമ്പോൾ അവർക്ക് ഇനിയുള്ള 2 മത്സരങ്ങളാണ്. ഒരു എവേ മത്സരം എന്ന് പറയുന്ന RCBയുമായിട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്, മറ്റൊന്ന് SRHുമായിട്ട്, അതും ഒരു എവേ മത്സരമാണ്. അവരുടെ ടീമിൽ എല്ലാവരും തന്നെ വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 1-2 പേര് ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ താരമായതുകൊണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. സുനിൽ നരീനും ആൻഡ്രേ റസലും വരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. റോമാൻ പവലും മൊയിൻ അലിയുമാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റേജിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേൾക്കുന്ന 2 താരങ്ങൾ. ഏകദേശം ഒരു 1.5 മണിക്കൂർ മുമ്പ് വരുന്ന ഒരു ന്യൂസ് അനുസരിച്ച് ഈ 2 താരങ്ങൾ റോമാൻ പവലും മൊയിൻ അലിയും ഡൗട്ട്ഫുൾ ആണ് എന്ന് പറയുന്നു. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ മറക്കുന്നില്ല. പക്ഷെ എന്നാൽ തന്നെ എല്ലാ മത്സരങ്ങളും ഇനിയുള്ള മത്സരങ്ങളിലും ജയിക്കാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നമ്പർ 7 പൊസിഷനിലുള്ളത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. ലക്നൗ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന്. LSGക്ക് SRHുമായിട്ടൊരു ഹോം മത്സരമാണുള്ളത്. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരു എവേ മത്സരമാണുള്ളത്. അതുപോലെ തന്നെ RCBയുമായിട്ട് ഒരു ഹോം മത്സരം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ മാർക്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാർക്രാം പ്ലേ ഓഫ് വരെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവിടെ വരെ ഉണ്ടാവും. നിക്ലസ് പൂരൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വളരെ ഡൗട്ട്ഫുൾ ആണ്. വരുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റായിട്ടും വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മിച്ചൽ മാർഷും ഡേവിഡ് മില്ലറും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 3 താരങ്ങൾ ഇവരെല്ലാവരും തന്നെ ഉണ്ടാകുമെന്നാണ് അവരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇനി നമ്പർ 8 പൊസിഷനിലുള്ള ടീം എന്ന് പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. ഓൾറെഡി എലിമിനേറ്റ് ചെയ്യപ്പെട്ടു ടൂർണമെന്റിൽ നിന്ന്. അവർക്ക് ഇനി 3 മത്സരങ്ങളാണ് അവർക്ക് ബാക്കിയുള്ളത്. LSGയുമായിട്ട് ഒരു എവേ മത്സരമുണ്ട്. RCBയുമായിട്ട് അതും ഒരു എവേ മത്സരമാണ്. KKRുമായിട്ട് അതും ഒരു എവേ മത്സരമാണ്. അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് അവർക്ക് ഇനി സാധ്യതയില്ലെങ്കിൽ പോലും അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള ക്യാപ്റ്റൻ പാറ്റ് കമിൻസും ട്രാവിസ് ഹെഡും തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് സാധ്യതയില്ലെങ്കിലും ഒരു കമ്മിറ്റ്മെന്റിന്റെ ബേസിൽ തിരിച്ചു വന്ന് IPL കളിക്കുമെന്നാണ് ഈ 2 താരങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമ്പർ 9 പൊസിഷനിലുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ്. മറ്റൊരു ടീമാണ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സഞ്ജു സാംസൺ കളിക്കും. അദ്ദേഹം പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനായിരിക്കുന്നു. അദ്ദേഹം കളിക്കുമെന്നുള്ള വാർത്തകളാണ് വരുന്നത്. 2 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. പഞ്ചാബുമായിട്ട് ഒരു ഹോം മത്സരവും അതുപോലെ CSKയുമായിട്ട് ഒരു എവേ മത്സരവുമാണ് അവർക്ക് കളിക്കാനുള്ളത്. ഹെറ്റ്മേറും ആർച്ചറും വാനിന്ദു ഹസരംഗയും അതുപോലെ തന്നെ മഹീഷ് തീക്ഷ്ണയും ഇവരെല്ലാവരും തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. ഇവരെല്ലാവരും തന്നെ മത്സരത്തിനുണ്ടാവും. നിതീഷ് റാണയ്ക്ക് ഒരു പരിക്ക് പറ്റിയിരിക്കുന്നു. അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും അതിലും എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അവസാന ടീമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് 2 മത്സരങ്ങളാണ് ഉള്ളത്. CSK RRുമായിട്ട് ഒരു എവേ മത്സരമാണ് കളിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് അതും ഒരു എവേ മത്സരമാണ്. ചെന്നൈക്ക് അവസാന മത്സരം ഒരു മത്സരം ചെന്നൈയിൽ കളിക്കാനുള്ള ഒരു ലാസ്റ്റ് കളിക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഈ 2 മത്സരങ്ങൾ എവേ മത്സരങ്ങളാണ്. ജേമി ഓവർട്ടൺ ഓൾറെഡി ടൂർണമെന്റിൽ നിന്ന് ഓപ്റ്റഡ് ഔട്ട് ആയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുന്നില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ രജിൻ രവീന്ദ്രയും ഡെവൻ കോൺവേയും ഉണ്ടാകില്ല എന്നുള്ളതാണ് വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഡിവാൾഡ് ബ്രവിസ് ഉറപ്പായിട്ടും വരും. അദ്ദേഹം ഒരു പകരക്കാരനായിട്ട് വന്ന താരമാണ്. അദ്ദേഹം ഉണ്ടാവും എന്ന് പറയുന്നു. സാം കറൻ തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എന്തായാലും എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നൂർ അഹമ്മദും മദീഷ പദരനും. നൂർ അഹമ്മദ് അഫ്ഗാനിസ്ഥാൻ താരമാണെങ്കിൽ മദീഷ പദരണ ശ്രീലങ്കയിൽ നിന്നുള്ള താരമാണ്. ഇവർ 2 പേരും തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കാനുള്ള മത്സരങ്ങൾ മാത്രമാണ് ഇനി 2 ഉള്ളത്. കാരണം ഓൾറെഡി അവർ ടൂർണമെന്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ. ഏതായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ന്യൂസാണ്. കാരണം IPL റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരാഴ്ച വൈകിയാണെങ്കിലും അതിൻ്റെ ഫൈനൽ മത്സരങ്ങളിലെല്ലാം നടക്കാൻ പോകുന്നു എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ന്യൂസ് തന്നെയാണ്. ഏതായാലും ആ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു 2 മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആവേശത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആ IPL മത്സരങ്ങൾ അതേ ആവേശത്തോടു കൂടി തിരിച്ചു വരട്ടെ. ഇനി വരാൻ പോകുന്നതെല്ലാം പ്ലേ ഓഫ് മത്സരങ്ങളൊക്കെയാണ്. അതിൻ്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ നല്ല രീതിയിലുള്ള മത്സരങ്ങൾ കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.